الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله وأقيموا الصلاة وآتوا الزكاة ولا تكونوا من المشركين قال الله تعالى في قرآنه الكريم ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خيرا لهم بل هو شر لهم سيطوقون ما بخلوا به يوم القيامة ولله ميراث السماوات والأرض والله بما تعملون خبير صدق الله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ നാം ഏവരെയും പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും സ്വർഗത്തിലും ഇതുപോലെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിലേക്ക് അള്ളാഹു നമ്മെ എത്തിക്കുമാറാകട്ടെ. ആ മാസത്തിൽ അള്ളാഹു നമുക്ക് വേണ്ടി വച്ചിട്ടുള്ള എല്ലാ നന്മകളെയും സ്വായത്തമാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ അള്ളാഹുവിനെ അറിയേണ്ട രൂപത്തിൽ, മനസ്സിലാക്കേണ്ടുന്ന രൂപത്തിൽ മനസ്സിലാക്കേണ്ടതിൻ്റെ പ്രാധാന്യം പറയുകയുണ്ടായി. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടുന്ന രൂപത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ ഈമാൻ, സത്യവിശ്വാസം
പൂർണ്ണമാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി. അള്ളാഹുവിനെ മാത്രമല്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങൾ, അവൻ്റെ പടപ്പുകൾ, ആ പടപ്പുകളെ സംബന്ധിച്ചും അറിയണം, പഠിക്കണം എന്നും നമ്മൾ മനസ്സിലാക്കിയതാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങൾക്ക് അള്ളാഹുവിൻ്റേതായ ഗുണഗണങ്ങൾ ഇല്ല, സിഫത്തുകളില്ല, കേവലം സൃഷ്ടികൾ മാത്രമാണ് എന്നത് അഹ്ലുസുന്ന വൽ ജമാഅ അംഗീകരിച്ച ഇസ്ലാമിൻ്റെ പ്രമാണമാണ് എന്നും നമ്മൾ മനസ്സിലാക്കി. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ തൗഹീദ് ശരിയാകണം. ഏകദൈവത്വ വിശ്വാസം അത് ക്ലിയറാകണം. അത് ക്ലിയറായാൽ മാത്രമേ നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് നമ്മളുടെ സമ്പത്തും ക്ലിയറാകണം എന്നത്. വിശുദ്ധ ഖുർആൻ പരിശോധിക്കുകയാണെങ്കിൽ സമ്പത്തുമായി ബന്ധപ്പെട്ട് അഥവാ സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം വചനങ്ങൾ കാണുവാൻ സാധിക്കും. സമ്പത്ത് ശുദ്ധീകരിക്കപ്പെട്ടാൽ മാത്രമേ നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. നമസ്കാരം പോലെ ഇപ്പോൾ വിശുദ്ധ റമദാൻ നമ്മിലേക്ക് സമാഗതമാകുവാൻ പോവുകയാണ്. ആ റമദാൻ മാസത്തിലെ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ സമ്പത്ത് ക്ലിയർ ആകണം. വിശുദ്ധ ഖുർആനിൽ അതീവ ഗൗരവത്തിൽ അള്ളാഹു ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സമ്പത്ത്. ഖുർആനിലെ ഏറ്റവും വലിയ ഒരു ആയത്തുണ്ട്. ഒരു പേജ് മുഴുവനാണ് ആ ആയത്ത്. സൂറ ബഖറയിലെ 252 ആയത്താണത്. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് സമ്പത്തുമായി ബന്ധപ്പെട്ടാണ്. ഈ ആയത്തിൻ്റെ പേര് ആയത്തുദ്ദൈൻ എന്നാണ്. കടം, കൊടുക്കൽ, വാങ്ങൽ. അവിടെ വിശ്വാസികളായ നമ്മൾ പാലിക്കേണ്ട മര്യാദകളാണ് അള്ളാഹു പറയുന്നത്. സമ്പത്ത് ശരിയായില്ലെങ്കിൽ നമ്മുടെ ദിക്ർ, ഔറാദുകളൊന്നും അള്ളാഹു സ്വീകരിക്കില്ല. ഒരു മനുഷ്യനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരിക്കുന്നുണ്ട്. അദ്ദേഹം ഇബാദത്തോട് ഇബാദത്താണ്. പടച്ചവന്റെ മാർഗത്തിലാണ് അദ്ദേഹത്തിന്റെ സഞ്ചാരം. അങ്ങനെ നടന്ന് കൈകാലുകളൊക്കെ കുഴഞ്ഞു. പടച്ചവന്റെ ദീനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടന്ന് കൈകാലുകളൊക്കെ കുഴഞ്ഞു. മുടി ചീകാൻ വരെ സമയം കിട്ടിയിട്ടില്ല. പടച്ചവന്റെ മാർഗത്തിലായതുകൊണ്ട് മുഗബ്ബറത്തൻ ഖദമാഹു അസ്അസ റഅസഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന്റെ മുടികളൊക്കെ പാറിപ്പറന്ന് മുടി ചീകാൻ പോലും സമയം കിട്ടിയിട്ടില്ല. അദ്ദേഹമാകട്ടെ എപ്പോഴും പ്രാർത്ഥനയിലാണ്. യാ റബ്ബ് യാ റബ്ബ്, എപ്പോഴും അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യനെ ഉദാഹരിച്ചുകൊണ്ട് റസൂൽ പറഞ്ഞു, ഫഅന്നാ യുസ്തജാബ ലഹു, അദ്ദേഹത്തിന് എങ്ങനെയാണ് ഉത്തരം ലഭിക്കുക? അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അള്ളാഹു എങ്ങനെയാണ് സ്വീകരിക്കുക? മശ്റബഹു ഹറാം, അദ്ദേഹം കുടിക്കുന്ന വെള്ളം ഹറാമാണ്. മൽബസഹു ഹറാം, അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമിന്റെ മുതലുകൊണ്ട് സമ്പാദിച്ചതാണ്. വഗുദിയ ഫിൽ ഹറാം, അദ്ദേഹത്തിന്റെ എല്ലാം ഹറാമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഫഅന്നാ യുസ്തജാബ ലഹു, അദ്ദേഹം എപ്പോഴും രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തി അള്ളാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. യാ റബ്ബ് യാ റബ്ബ്, എൻ്റെ നാഥ എൻ്റെ നാഥ, എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമേ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എങ്ങനെ സ്വീകരിക്കും? ഇപ്പൊ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാത്ത ഒരു മനുഷ്യനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരിച്ചു. ഹറാമാണ് മുഴുവൻ, സമ്പാദ്യത്തിൽ ഹറാമ് കലർന്നിട്ടുണ്ട്, അന്യന്റെ അവകാശം പെട്ടിട്ടുണ്ട്.
എൻ്റെ മുതലിൽ, എൻ്റെ സമ്പത്തിൽ എൻ്റെ സഹോദരൻ്റെ സമ്പത്ത് ഉൾച്ചേർന്നിരിക്കുന്നു. അത് ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുതലിൽ ഹറാമു ചേർന്നാൽ നമ്മുടെ ഇബാദത്തുകളൊക്കെ പാഴായി. ഇതേപോലെ തന്നെ ഒരു സദസ്സിൽ റസൂലിനോട് ഒരു സഹാബി ഇപ്രകാരം പറഞ്ഞു: റസൂലെ, താങ്കൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അത് സഹാബിമാർ എപ്പോഴും പ്രവാചകരോട് പറയാറുണ്ട്: റസൂലെ, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. നമുക്കങ്ങനെ വസിയത്ത് ചെയ്യാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും എന്ന ഒരു പ്രതീക്ഷയാണ് അതിൻ്റെ കാരണം. ഈ സഹാബി അങ്ങനെ റസൂലിനോട് ആവശ്യപ്പെട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നിന്റെ സമ്പത്ത് നീ ശരിയാക്കണം. നിന്റെ സമ്പത്ത് ശരിയാക്കാതെ ഞാൻ ദുആ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നവരാണല്ലോ. ഉസ്താദെ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ആരെ കണ്ടാലും പരസ്പരം പറയും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. നല്ല കാര്യമാണ്, അങ്ങനെ പറയാം. പക്ഷേ നമ്മുടെ സമ്പാദ്യം ശരിയായിട്ടില്ലെങ്കിൽ ആര് ദുആ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല എന്നതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഈ സഹാബിയോട് പറയുമ്പോൾ, ഞാൻ ദുആ ചെയ്തിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? താങ്കളുടെ സമ്പത്ത് ശരിയായിട്ടില്ല. നമ്മളെപ്പോഴും അള്ളാഹുവോട് പറയാറുണ്ട്: ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇത് 17 പ്രാവശ്യം ഒരു വിശ്വാസി പറയുന്ന കാര്യമാണ്. അള്ളാഹുവോട് പറഞ്ഞുകൊണ്ടേയിരിക്കാം. പക്ഷെ അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിങ്ങൾ എന്നെ മാത്രമാണോ ഇബാദത്ത് ചെയ്യുന്നത്? ആ ഒരു ചോദ്യം അള്ളാഹു തിരിച്ച് നമ്മളോട് ചോദിക്കുന്നുണ്ട്. എന്നെ മാത്രമാണോ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് 3 പ്രാവശ്യം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മളോട് തിരിച്ച് ചോദിക്കുന്നുണ്ട്. ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ. നിങ്ങൾ എന്നെ മാത്രമാണോ ഇബാദത്ത് ചെയ്യുന്നത്? 3 ആയത്തുകൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഞാൻ ആ 3 ആയത്തുകൾ നിങ്ങളെ കേൾപ്പിക്കാം. അതിൽ ഒന്നാമത്തെ ആയത്ത് ആരാധനയുമായി ബന്ധപ്പെട്ടാണ്. ലാ തസ്ജുദു ലിശംസ് വലാ ലിഖമർ. നിങ്ങൾ സൂര്യനെയും ചന്ദ്രനെയും സുജൂദ് ചെയ്യാൻ അഥവാ ആരാധിക്കാൻ പാടില്ല. വസ്ജുദു ലില്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ മാത്രമാണ് സുജൂദ് ചെയ്യേണ്ടത്. ഖലഖഹുന്ന. ഈ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച അള്ളാഹുവെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ. നിങ്ങൾ എന്നെ മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നത്, ആരാധിക്കുന്നത് എങ്കിൽ സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. പ്രകൃതി ശക്തികളെ ദൈവ സമാനമായിട്ട് നിങ്ങൾ കാണുവാൻ പാടില്ല എന്ന് അള്ളാഹു ഇവിടെ പറയുന്നു. രണ്ടാമത്തെ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹ് ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് തന്ന വിശുദ്ധമായ ത്വയ്യിബാത്തായ ആഹാരങ്ങളൊക്കെ നിങ്ങൾ കഴിച്ചുകൊള്ളുക. വഷ്കുറൂ ലില്ലാഹ്, അല്ലാഹുവിനെ ശുക്ർ ചെയ്യുക. ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ എന്നെ മാത്രമാണ് അഥവാ അള്ളാഹുവിനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നത് എങ്കിൽ. അപ്പൊ അതിന്റെ മറ്റൊരു വശം എന്താ? അള്ളാഹുവിനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നത് എങ്കിൽ ത്വയ്യിബാത്തേ കഴിക്കാവൂ, ശുദ്ധമായതേ കഴിക്കാവൂ, ശുദ്ധമായതേ സമ്പാദിക്കാവൂ. ഹറാമിന്റെ മുതൽ സമ്പാദിക്കരുത്, അശുദ്ധമായത് സമ്പാദിക്കരുത്. എൻ്റെ സമ്പാദ്യത്തിൽ ഹറാം ഉണ്ടാകരുത്. അള്ളാഹുവിനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നത് എങ്കിൽ, വേറെ ദൈവങ്ങളെയൊക്കെ ആരാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിക്കാം. പക്ഷേ അള്ളാഹുവിനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ സമ്പാദ്യത്തിൽ ഹറാം ഉണ്ടാകരുത്. മൂന്നാമത്തെ ആയത്ത് പ്രകാരമാണ് ഫകുലൂ മിമ്മാ റസഖകുമുല്ലാഹ് ഹലാലൻ ത്വയ്യിബ വഷ്കുറൂ നിഅമതല്ലാഹ് ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ. ഇതാണ് 3 ആയത്തുകൾ. ഈ മൂന്നാമത്തെ ആയത്തിന്റെയും അർത്ഥം എന്താ? ഫകുലൂ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ വിഭവങ്ങളെ നിങ്ങൾ ആഹരിക്കുക. ഹലാലൻ ത്വയ്യിബ, ഹലാലായത്
ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ ശുദ്ധമായത്, ഹലാൽ എന്ന വാക്കിന്റെ അർത്ഥം അനുവദനീയമായത്. അള്ളാഹു അനുവദിച്ചത് ത്വയ്യിബ്, ശുദ്ധമായത്. വഷ്കുറു നിഅമതല്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, അള്ളാഹുവിനെ മാത്രമാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് എങ്കിൽ. അപ്പൊ അതിൻ്റെയൊക്കെ അർത്ഥം എന്താ? എത്ര ഗൗരവത്തിലാണ് അള്ളാഹു ഈ സംഗതി പറയുന്നത്. ഇനി പ്രവാചകന്മാരെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. 25ഓളം പ്രവാചകന്മാരെ സംബന്ധിച്ച് പറയുന്നു. അള്ളാഹു ചില പ്രവാചകന്മാരെ പേരെടുത്ത് വിളിക്കാറുണ്ട്. യാ ഹൂദ്, യാ സ്വാലിഹ്, അങ്ങനെ ചില പ്രവാചകന്മാരെ പേരെടുത്ത് പ്രത്യേകമായി വിളിക്കാറുണ്ട്. അങ്ങനെ അള്ളാഹു പ്രവാചകന്മാരോട് കാര്യം പറയാറുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരു പ്രാവശ്യം ഏതാണ്ട് 6236 ആയത്തുകൾ ഖുർആനിലുണ്ട്. ഈ 6236 ആയത്തുകളിൽ ഒറ്റ പ്രാവശ്യം എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു വിളിക്കുന്നു. യാ അയ്യുഹർ റുസുൽ, ഒറ്റ ആയത്തേ ഉള്ളൂ ഖുർആനിൽ, വേറെ ആയത്ത് അങ്ങനെ ഇല്ല. എല്ലാ പ്രവാചകന്മാരെയും അഭിസംബോധന ചെയ്യുകയാണ്. അതായത് 1.25 ലക്ഷം അമ്പിയാക്കളെ മൊത്തം വിളിക്കുകയാണ്. യാ അയ്യുഹർ റുസുൽ, അല്ലയോ പ്രവാചകന്മാരെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നിങ്ങൾക്ക് ഞാൻ തന്ന വിഭവങ്ങൾ അതിൽ ശുദ്ധമായതേ കഴിക്കാവൂ. വഅമലു സ്വാലിഹാ, സ്വാലിഹായ അമലുകൾ ചെയ്യണം. ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ സൂക്ഷ്മമായി ഞാൻ അറിയുന്നു. ചുരുക്കി പറഞ്ഞാൽ പ്രവാചകന്മാരെ മൊത്തത്തിൽ എല്ലാ അമ്പിയാക്കളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഒറ്റ പ്രാവശ്യമേ അള്ളാഹു സംസാരിക്കുന്നുള്ളൂ. അങ്ങനെ ഒറ്റ ആയത്തെ ഖുർആനിൽ ഉള്ളൂ. ആ ആയത്തിലും അള്ളാഹു അടിവരയിട്ട് പറഞ്ഞത് 2 കാര്യമാണ്. ഒന്ന്, ശുദ്ധമായത്, അതായത് ഹലാലായതേ കഴിക്കാവൂ, ഹലാലെ സമ്പാദിക്കാവൂ. നിങ്ങൾ സ്വാലിഹായ അമൽ ചെയ്യണം. നിങ്ങളുടെ അമലുകളൊക്കെ ഞാൻ സൂക്ഷ്മമായിട്ട് അറിയുന്നുണ്ട്. 25ഓളം പ്രവാചകന്മാരെ സംബന്ധിച്ച് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രം പറയുന്നുണ്ടല്ലോ. ഈ 25 പ്രവാചകന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ ചില പ്രവാചകന്മാരുടെ സമുദായത്തെ അല്ലാഹു നശിപ്പിച്ച് കളഞ്ഞതായും പറയുന്നു. 6ഓളം ചരിത്ര സംഭവങ്ങൾ പേരെടുത്ത് അല്ലാഹു പറയുന്നുണ്ട്. പേരെടുത്ത് അവരുടെ ആ സമൂഹത്തെ വേരോടെ പടച്ചവൻ നശിപ്പിച്ച് കളഞ്ഞതായിട്ട് പേരെടുത്ത് തന്നെ പറയുന്നു. അതിൽ 3 സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ്. 3 സമുദായത്തെ പടച്ചവൻ നശിപ്പിച്ചത് സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ 1 ഞാൻ പറയാം. അതേതാണ്? ശുഐബ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തെ പ്രവാചകനായിട്ട് പടച്ചവൻ നിയോഗിക്കുകയാണ്. ആ പ്രവാചകന് അള്ളാഹ് കൊടുത്ത 2 നിർദ്ദേശം. ഒന്നാമത്തെ കാര്യം, താങ്കൾ അവിടെ ചെന്നിട്ട് പറയേണ്ടത് ഏകനായ റബ്ബിന് വഴിപ്പെടുവാൻ അവരോട് പറയണം. രണ്ടാമതായി പറയേണ്ടത് ഔഫുൽ കൈല വൽ മീസാൻ, നിങ്ങൾ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്. കച്ചവടത്തിൽ അഥവാ സമ്പത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു കൃത്രിമം കാണിക്കരുത്. ഇതാണ് രണ്ടാമതായി താങ്കൾ അവിടെ പോയി പറയേണ്ടത്. അപ്പൊ ശുഐബ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ആ ചരിത്രം വിശുദ്ധ ഖുർആനിൽ മദിയൻ എന്ന ഒരു സമുദായത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറയുന്നു. ആ സമുദായത്തെ പടച്ചവൻ അവസാനം നശിപ്പിച്ചു കളയുന്നു. കാരണം സമ്പത്തുമായി ബന്ധപ്പെട്ട ഹലാല് ഹറാമുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ അവർ പാലിച്ചില്ല. ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട് കാണും. സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അത് ശുദ്ധമായില്ലെങ്കിൽ എല്ലാം പോയി, എല്ലാം നശിച്ചു, നമ്മുടെ ഇബാദത്തുകൾ. അപ്പോൾ സമ്പത്ത് അത്ര പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഹലാലൻ ത്വയ്യിബ എന്ന പ്രയോഗം, ഹലാൽ എന്ന വാക്കിന്റെ അർത്ഥം അനുവദനീയം, ത്വയ്യിബ് എന്ന വാക്കിന്റെ അർത്ഥം ശുദ്ധമായത്. ഇതേ നിങ്ങൾ സമ്പാദിക്കാവൂ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ സമ്പത്തിൽ അർഹതപ്പെടാത്തതുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം. നമ്മുടെ സമ്പാദ്യത്തിൽ അന്യന്റെ മുതലുണ്ടെങ്കിൽ അത് തിരിച്ചേൽപ്പിക്കണം. ആ സമ്പത്ത് നമ്മുടേതല്ല. അത് വച്ചുകൊണ്ട് എത്ര പ്രാർത്ഥിച്ചാലും പടച്ച തമ്പുരാൻ പ്രാർത്ഥന സ്വീകരിക്കുകയില്ല എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസുകൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകും. ഇനി സമ്പത്തുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സക്കാത്താണ്. ഇസ്ലാം കാര്യങ്ങൾ എണ്ണി പഠിക്കുമ്പോൾ മൂന്നാമതായിട്ട്
ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം സക്കാത്താണ്. അതിലൊന്ന് ഷഹാദത്ത് കലിമയാണ്. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ 5 കാര്യങ്ങൾ ആരാധനാപരമായിട്ട് ശരിയാകണം. അതിലൊന്ന് ഷഹാദത്ത് കലിമ. നമുക്കെല്ലാവർക്കും അതിനെ സംബന്ധിച്ചറിയാം. ഷഹാദത്ത് കലിമ അള്ളാഹുവിൻ്റെ ഏകത്വം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രവാചകത്വം, അത് മനസ്സിൻ്റെ അകത്ത് ഉറയ്ക്കുകയും അതുപ്രകാരം ജീവിക്കുകയും ചെയ്യുക എന്നതാണ് ഷഹാദത്ത് കലിമയുടെ ഒരു ചുരുങ്ങിയ വ്യാഖ്യാനം. രണ്ടാമതായി നമസ്കാരമാണ്. മൂന്നാമത്തെ കാര്യം സക്കാത്താണ്. നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മക്കയിൽ അടക്കം, മക്ക എന്ന് പറയുമ്പോൾ 13 വർഷക്കാലം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലാണ് പ്രവാചകനായി പ്രബോധന കർമ്മം നിർവഹിച്ചത്. മക്കയിൽ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ശക്തി പ്രാപിച്ച ഒരു സന്ദർഭമായിരുന്നല്ലോ. ആ മക്കയിൽ ഇറങ്ങിയ ആയത്തുകളിൽ നമസ്കാരത്തെയും സക്കാത്തിനെയും സംബന്ധിച്ച് വളരെ ഗൗരവത്തിൽ പടച്ചവൻ പറയുന്നുണ്ട്. അഖീമുസ്സലാഹ് വ ആത്തുസ് സക്കാത്ത്. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അഖീമുസ്സലാ എന്ന പ്രയോഗം, അഖീമുസ്സലാ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നമസ്കാരത്തെ ചിട്ടയോടെ വ്യവസ്ഥാപിതമായി സമയബന്ധിതമായി ആ നമസ്കാരത്തെ നിർവഹിക്കൂ. ഇതാണ് അഖീമുസ്സലാ. ആ നമസ്കാരം കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് സക്കാത്ത് കൊടുക്കൂ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ റസൂൽ യമൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് പ്രബോധകനായിട്ട് അവിടെ ഇസ്ലാമിന്റെ പ്രബോധന ദൗത്യം നിർവഹിക്കാൻ വേണ്ടി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ അയക്കുകയാണ്. മുആദ് ഇബ്നു ജബലിനെ അടുത്ത് വിളിച്ചു, താങ്കൾ അടുത്തു വരിക, താങ്കൾ ഇപ്പോൾ പോകുന്നത് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്തേക്കാണ്. അവിടെ ചെന്നിട്ട് താങ്കൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? താൻ അയക്കുന്ന ദൂതനെ സംബന്ധിച്ച് പ്രവാചകർക്ക് ഒരു കാഴ്ചപ്പാട് ഉണ്ടാകണമല്ലോ. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ ദീൻ എങ്ങനെ പഠിപ്പിക്കും? താങ്കൾ എങ്ങനെയൊക്കെയാണ് അള്ളാഹുവിൻ്റെ ദീൻ അവിടെ പഠിപ്പിക്കാൻ പോകുന്നത് എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ ചോദിക്കുകയാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആദ്യം തന്നെ പോയിട്ട് ഷഹാദത്ത് കലിമ പഠിപ്പിക്കും. അഥവാ ഇസ്ലാമിന്റെ തൗഹീദ്, ആ ഏകദൈവത്വം, ആരെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ആരാധന അല്ലെങ്കിൽ വിശ്വാസപരമായ ഈ ഒരു കാര്യമാണ് ഞാൻ ആദ്യം തന്നെ പഠിപ്പിക്കുക. ശരി, അതാണ് വേണ്ടത്, അതാണ് ശരി, പഠിപ്പിക്കണം. അങ്ങനെ അവർക്ക് വിശ്വാസം കിട്ടി. അവർ ആ വിശ്വാസം ശരിയാക്കി, സത്യവിശ്വാസം സ്വീകരിക്കാൻ അവർ തയ്യാറായാൽ താങ്കൾ രണ്ടാമത് എന്താണ് ചെയ്യുക? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു കൃത്യമായി മറുപടി കൊടുത്തു. നമസ്കാരത്തിന്റെ പ്രാധാന്യം പഠിപ്പിക്കൂ. അവരെ നമസ്കരിപ്പിക്കുന്നവരാക്കി ഞാൻ മാറ്റും. നമസ്കാരത്തിന്റെ ഗൗരവം, നമസ്കാരത്തിന്റെ സ്ഥാനം ഞാൻ അവരെ അറിയിക്കും. ശരി, അതും ശരിയാണ്. ഇനി മൂന്നാമതായിട്ടോ, ഞാൻ സക്കാത്തുമായി ബന്ധപ്പെട്ട് അവരെ പഠിപ്പിക്കും. എന്താണ് സക്കാത്ത്? അതിൻ്റെ പ്രായോഗിക വശം, അതെങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ തത്വം, അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ മഹത്വം, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ടോ സക്കാത്തിൻ്റെ ആത്മാവ് ഞാൻ അവരെ പഠിപ്പിക്കും. സക്കാത്ത് ഞാൻ ശേഖരിക്കും, ആ സക്കാത്ത് ഞാൻ വിതരണം ചെയ്യും. അതിൻ്റെ പ്രായോഗികമായ വശം, അതിൻ്റെ തിയറി, അതിൻ്റെ പ്രാക്ടിക്കൽ എല്ലാം ഞാൻ അവരെ പഠിപ്പിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് കൊടുത്ത മറുപടി തൃപ്തികരമാണ് ദൂതന്റെ മറുപടി എന്നാണ്. അതായത് ഞാൻ അയക്കുന്ന ദൂതൻ വളരെ തൃപ്തികരമായ, എനിക്ക് വളരെ തൃപ്തിയുള്ള ഒരു മറുപടിയാണ് തന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അദ്ദേഹത്തെ യമൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പ്രബോധകനായിട്ട് അയക്കുകയും ചെയ്തു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആദ്യം ഷഹാദത്ത്, അതിന്റെ വഴിയാണ്. ഒരാൾ മുസ്ലിം ആകാൻ എന്തൊക്കെ വേണം? ആദ്യം ഷഹാദത്ത് കലിമ ക്ലിയർ ആകണം. രണ്ടാമത് നിസ്കാരമാണ്, പിന്നെ സക്കാത്താണ്. പക്ഷെ എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ സക്കാത്തിനെ വല്ലാതെ നമ്മൾ സക്കാത്തുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാറില്ല? നമ്മൾ നിസ്കാരം കഴിഞ്ഞ എടുത്തു ചാടി നോമ്പിലേക്ക് വരുന്നു, പിന്നെ ഹജ്ജിലേക്ക് വരുന്നു. അതിൻ്റെ ഇടയിൽ ഹൈഡായി കിടക്കുന്നു സക്കാത്ത്. അങ്ങനെയല്ലേ?
വേണ്ട പോലെ ആരും ചിന്തിക്കാറില്ല. നമ്മൾ നിസ്കാരം അത് പ്രാധാന്യമുണ്ട്, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. നിസ്കാരം ശരിയാണ്, എല്ലാവരും നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ ആ നിസ്കാരം കഴിഞ്ഞ തൊട്ടടുത്ത് നിൽക്കുന്നത് സക്കാത്താണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അഖീമുസ്സലാ വ ആതു സക്ക, അത് 27 പ്രാവശ്യം ഖുർആനിൽ ആവർത്തിക്കുക. അതിന്റെ പ്രാധാന്യം അള്ളാഹു പറയുന്നു. പക്ഷേ നിസ്കാരം കഴിഞ്ഞിട്ട് സക്കാത്ത് ഹൈഡ് അവിടെ കിടക്കട്ടെ, അത് മൈൻഡാക്കുന്നില്ല. എന്തൊക്കെയോ കാരണങ്ങൾ നേരെ എടുത്തു ചാടി നോമ്പിലേക്ക് വരികയാണ്. റമളാൻ മാസം വരുമ്പോൾ നോമ്പെടുക്കല്, തറാവീഹ്, നോമ്പ് തുറകൾ അങ്ങനെ സജീവമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഹജ്ജും സജീവമാണ്. അതിൻ്റെ ക്ലാസ്സുകൾ, ഹജ്ജിന് പോക്ക് വരവ്, അതുമായി ബന്ധപ്പെട്ട് എല്ലാം വളരെ സജീവമായി നിലനിൽക്കുന്നു. പക്ഷേ അവിടെ ഹൈഡായി കിടക്കുന്നു സക്കാത്ത്. പക്ഷെ ഹജ്ജിനേക്കാളും നോമ്പിനേക്കാളും പ്രധാനപ്പെട്ടതാണ് സക്കാത്ത്. ഹജ്ജ് സാമ്പത്തിക ശേഷിയുണ്ട്, ആരോഗ്യമുണ്ടെങ്കിൽ ഹജ്ജിന് പോയാൽ മതി. നമസ്കാരമാണെങ്കിലോ ആരോഗ്യമില്ലെങ്കിലും സമ്പത്തില്ലെങ്കിലും നമസ്കാരം നിർബന്ധമാണ്. അതിൻ്റെതായ ഇളവുകളൊക്കെ ഉണ്ടെങ്കിലും സക്കാത്ത് സാമ്പത്തിക ശേഷിയുള്ളവരെ നിർബന്ധമായും കൊടുക്കേണ്ട ദാനമാണ്. ഇപ്പൊ സക്കാത്ത് നിർബന്ധമാണ്. അവിടെ ഒരു ന്യായീകരണവുമില്ല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സക്കാത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അതാഹു അല്ലാഹു മാലൻ, ഒരു മനുഷ്യൻ അല്ലാഹു സമ്പത്ത് നൽകി, ഫലം യുഅദ്ദി സക്കാത്തഹു, അവർ അതിന്റെ സക്കാത്ത് കൊടുത്തിട്ടില്ല. ഒരു മനുഷ്യൻ അല്ലാഹ് സമ്പത്ത് കൊടുത്തിട്ട് അവൻ അതിന്റെ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ മുസ്ഫില ലഹു മാലുഹു യൗമൽ ഖിയാമത്തി ശുജാഅൻ, അല്ലാഹു ഖിയാമത്ത് നാളിൽ ഒരു ഉഗ്ര സർപ്പം പോലെ അവന്റെ കഴുത്തിൽ ഇങ്ങനെ പൊളഞ്ഞു കിടക്കുന്ന ഒരു ഉഗ്രൻ സർപ്പമാക്കിയിട്ട് അവന്റെ സമ്പത്തിനെ മാറ്റും. എന്നിട്ട് ആ സർപ്പം ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് അവനോട് പറയും, അനമാലൂക്ക്, ഞാനാണ് നിന്റെ സമ്പത്ത്, വഅന കൻസുക്, ഞാനാണ് നിന്റെ ധനം എന്ന് പറയും. അപ്പൊ ആ സമ്പത്ത് അവൻ ഇങ്ങനെ വാരിക്കൂട്ടിയ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്ത് അവന് തന്നെ എതിരായിട്ട് വരുന്നു. എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാനിവിടെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തുണ്ട്, സൂറത്ത് ആൽ ഇംറാനിലെ 180 ആയത്ത് ഓതി. ഈ ഹദീസിന്റെ ബാക്കിയാണ്. സമ്പത്ത് അല്ലാഹ് കൊടുത്തിട്ട് അതിന്റെ സക്കാത്ത് കൊടുക്കാത്തവര്, ആ സക്കാത്ത് കൊടുക്കാത്തവരെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അവന്റെ സമ്പത്ത് നാളെ ഉഗ്ര വിഷമുള്ള സർപ്പമായിട്ട് മാറി അവന്റെ കഴുത്തിൽ ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞ് കിടന്നിട്ട് അവനോട് പറയും, അന മാലുക് വഅന കൻസുക്. റസൂൽ അങ്ങനെ പറഞ്ഞിട്ട് സൂറ ആൽ ഇംറാൻ 180 ആയത്തോതി. ആയത്തിന്റെ അർത്ഥം എങ്ങനെ? വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹ്, പടച്ചവൻ അനുഗ്രഹം ചെയ്തു കൊടുത്ത ആളുകൾ, സമ്പത്ത് കൊടുത്ത ആളുകൾ, മിൻ ഫളിഹി, ആ സമ്പത്ത് അങ്ങനെ പിശുക്ക് കാണിച്ചിട്ട് ആർക്കും കൊടുക്കാതെ, സക്കാത്ത് കൊടുക്കാതെ ആ സമ്പത്തിൽ പിശുക്ക് കാണിക്കുന്നവർ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല ഹുവ ഖൈറൻ ലഹും, അതവർക്ക് നേട്ടമാണ്, അതവർക്ക് ഖൈറാണെന്ന് അവർ വിചാരിക്കരുത്. ആര്? സമ്പത്ത് കൊടുത്ത സമ്പന്നരായ ആളുകൾ സക്കാത്ത് കൊടുക്കാതെ, പിശുക്ക് കാണിച്ച്, ദാനം ചെയ്യാതെ, സദക്ക ചെയ്യാതെ ആ സമ്പത്ത് ഇങ്ങനെ കെട്ടിപ്പൂട്ടി വയ്ക്കൽ ഖൈറാണ് എന്നവർ വിചാരിക്കേണ്ടതില്ല. ബൽ ഹുവ ശർറുൻ ലഹും, അതവർക്ക് ഷർറാണ്, അതവർക്ക് നാശമാണ്. സയുതവ്വഖൂന മാ ബഖിലു ബിഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഈ സമ്പത്ത് അവരെ ചുറ്റിവളയും. ഈ സമ്പത്ത് അവരെ ചുറ്റിവളയും. അവർക്ക് പരലോകത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ തടസ്സമായിട്ട് ഈ സമ്പത്ത് മാറും. വലില്ലാഹി മീറാസു സമാവാതി വൽ അർദ്, ഈ ആകാശവും ഭൂമിയും പ്രപഞ്ചവും ഒക്കെ അല്ലാഹുവിൻ്റെതാണ്. ഈ മഹാസമ്പത്തിന്റെ ഉടമ പടച്ചവനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആരാണോ സമ്പത്ത് തന്നത് അവന് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് സമ്പത്ത് തരാൻ കഴിവുള്ളവനാണ്. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെയും സൂക്ഷ്മമായി പടച്ചവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. സമ്പത്ത് തന്നിട്ട്, സമ്പത്ത് ഉണ്ടായിട്ട് അതിൻ്റെ സക്കാത്ത് കൊടുക്കാത്തവരെ പറ്റിയുള്ള ആയത്താണത്. അത് ഗുണകരമല്ല, അത് ദോഷകരമാണ്. അത് സക്കാത്ത് കൊടുക്കാത്തവർ മുസ്ലിം അല്ല. അവർക്ക് മുസ്ലിം എന്ന ഒരു ഐഡന്റിറ്റി, മുസ്ലിമായിട്ട് അവർക്ക് ജീവിക്കാനേ സാധ്യമല്ല. മുസ്ലിമായിട്ട് അവരെ സംബന്ധിച്ച് പറയാനേ കഴിയില്ല. നമസ്കരിക്കാത്തവർ മുസ്ലിങ്ങളാണോ? ഒന്നാം തരം മുസ്ലിയാരുടെ മോനാണ്. പക്ഷെ എന്ത് കാര്യം? 5 നേരം പള്ളിയിൽ പോയി
ഭക്തിയോടെ നമസ്കരിക്കുന്ന മൗലവിയുടെ മകനാണ്. പക്ഷേ ആള് നിസ്കരിക്കുന്നില്ലെങ്കിലോ? നമുക്ക് നമ്മുടെ സാമാന്യമായ ഭാഷയിൽ മുസ്ലിമായിട്ട് പറയാം. പക്ഷേ അള്ളാഹുവിന്റെ കണ്ണിൽ അയാൾ മുസ്ലിമാണോ? അല്ല. എന്തുകൊണ്ടല്ല? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അൽ അഹ്ദുല്ലദീ ബൈനനാ വ ബൈനഹു അസ്സലാ ഫമൻ തറക്കഹാ ഫഖദ് കഫറ. സത്യനിഷേധികളുടെയും സത്യവിശ്വാസികളുടെയും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരമാണ്. ആര് നമസ്കാരത്തിന്റെ പ്രാധാന്യം അറിഞ്ഞ് മനസ്സിലാക്കിയ ശേഷം ആ നമസ്കാരത്തെ ആരെങ്കിലും ഉപേക്ഷിച്ചാൽ ഫഖദ് കഫറ, തീർച്ചയായും അവർ കാഫിരീങ്ങളായി, സത്യനിഷേധികളായി. ഇത് നിസ്സാര സംഭവമല്ല. നമസ്കാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് നമസ്കരിക്കാത്തവര് സത്യനിഷേധികളാണ്. നമ്മൾ കാണുമ്പോൾ ജബ്ബാർ, ഷുക്കൂർ എന്നൊക്കെ വിളിക്കും. പക്ഷേ അവര് മുസ്ലിം പേരേ ഉള്ളൂ. അള്ളാഹുവിന്റെ കോടതിയിൽ, അള്ളാഹുവിന്റെ കണക്ക് പുസ്തകത്തിൽ അവർ മുസ്ലിങ്ങളല്ല എന്നതുപോലെ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഇപ്രകാരമാണ്, വൈലുല്ലിൽ മുശ്രിക്കീന, ബഹുദൈവ ആരാധകർക്ക് നാശം, അല്ലദീന ലാ യുതൂന സക്കാത്ത്, അവർ സക്കാത്ത് കൊടുക്കാത്തവരാണ്. സക്കാത്ത് കൊടുക്കാത്തവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുദൈവ ആരാധകരിൽ ഉൾപ്പെടുത്തി. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, അവര് പാരത്രിക ലോകത്തെ നിഷേധിച്ച കാഫിരീങ്ങളാണ്. ഇതെന്തൊരു വർത്തമാനമാണ് പടച്ചോൻ പറഞ്ഞത്. നമുക്ക് താടിയുണ്ട്, തൊപ്പിയുണ്ട്, വെള്ള വസ്ത്രം കൊണ്ട് ഒരു കാര്യമില്ല. നമ്മുടെ ഇബാദത്ത് ശരിയാകണം. നമ്മുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, നിസ്കാരം ശരിയാകണം. ഒരു ന്യായീകരണവുമില്ല. അതെന്തുകൊണ്ട് നിസ്കരിക്കുന്നില്ല, എന്തുകൊണ്ട് പള്ളിയിലേക്ക് വരുന്നില്ല? നമ്മുടെ ന്യായീകരണങ്ങളൊക്കെ നമ്മുടേത് മാത്രമാണ് പടച്ചവന്റെ അടുക്കൽ. അതിന് യാതൊരു വിലയുമില്ല. എന്തുകൊണ്ട് സക്കാത്ത് കൊടുക്കുന്നില്ല? നമുക്ക് ഒരുപാട് ന്യായീകരണങ്ങളുണ്ട്. അത് നമ്മുടേത് മാത്രമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ അതിന് യാതൊരു വിലയുമില്ല. സക്കാത്ത് കൊടുക്കാത്തവരെ കുറിച്ച് പടച്ചവൻ പറഞ്ഞത് അവർ ബഹുദൈവ ആരാധകരാണ്. സക്കാത്ത് കൊടുക്കണം. ഞാൻ ഈ സംഗതി പറയാൻ കാരണം, ഒന്ന്, സമ്പത്ത് ക്ലിയർ ആകണം. സമ്പത്ത് ക്ലിയറായി നമുക്ക് നമ്മുടേതായ സാഹചര്യങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് സാധ്യമാകുന്നത്ര നമ്മുടെ സമ്പത്തിനെ ക്ലിയർ ആക്കണം. ഒരവകാശം അന്യന്റെ, എൻ്റെ സഹോദരന്റെ സ്വത്ത് എൻ്റെ സ്വത്തിലേക്ക് കലർന്നാൽ, വെളിച്ചെണ്ണയിലേക്ക്, അതിനെ ഈ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ച് വെളിച്ചെണ്ണയിലേക്ക് ഒരു എലി കാഷ്ടിക്കുകയാണ്. ആ വെളിച്ചെണ്ണ മുഴുവൻ നമുക്ക് അശുദ്ധമായില്ലേ? ഇതുപോലെ നമ്മുടെ സമ്പത്തിലേക്ക് അന്യന്റെ മുതൽ വന്നാൽ ആ സമ്പത്ത് മുഴുവൻ അശുദ്ധമായി. അത് ക്ലിയർ ആക്കാതെ. അപ്പൊ അത് ക്ലിയർ ആക്കണം. റമദാൻ മാസത്തിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സക്കാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അത് എപ്രകാരം കൊടുക്കണം, അതിന്റെ തത്വം എങ്ങനെ, അതിന്റെ പ്രാക്ടിക്കലായ വശം എങ്ങനെ, അത് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ സക്കാത്തിന്റെ ഗൗരവമാണ് ഞാൻ പറഞ്ഞത്. സക്കാത്ത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, സക്കാത്തിൽ ഇസ്ലാം നൽകുന്ന സ്ഥാനമാണ് ഇപ്പോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മുഴുവനായി പറയാൻ സമയമില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ സക്കാത്ത് എങ്ങനെ കൊടുക്കണം, ആർക്ക് കൊടുക്കണം, അതിന്റെ ഒരു പ്രാക്ടിക്കലായ രൂപം ഉണ്ടല്ലോ, അത് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സക്കാത്ത് എല്ലാം കണക്ക് നോക്കി വെക്കുക. റമദാൻ മാസത്തിലല്ല സക്കാത്ത് കൊടുക്കേണ്ടത്. പക്ഷേ റമദാൻ മാസത്തിൽ സക്കാത്ത് കൊടുത്താൽ ഇരട്ടി പ്രതിഫലമുണ്ട്. അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. അത് അങ്ങനെ കൊടുക്കാം. റമദാൻ മാസം അല്ലേ, എൻ്റെ കണക്ക്, എൻ്റെ സമ്പത്തിന്റെ വരുമാനത്തിന്റെ എല്ലാം നോക്കി വച്ചിട്ട് ആ 2.5% കൃത്യമായി കണക്ക് നോക്കി സക്കാത്ത് കൊടുക്കാം. അതെല്ലാം നോക്കി വച്ച് സമ്പത്ത് ക്ലിയറാക്കി വച്ച് റമദാൻ മാസത്തെ വരവേൽക്കാൻ നമ്മൾ കാത്തിരിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ബന്ധങ്ങളെ ശരിയാക്കണം. സഹോദരങ്ങളുമായിട്ട് പിണങ്ങി നിൽക്കുന്നു ആളുകളുമായിട്ട്, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായിട്ട് 3 ദിവസത്തിൽ കൂടുതൽ മിണ്ടാതിരിക്കാൻ പാടില്ലല്ലോ. എന്ത് പിണക്കമാണെങ്കിലും തീർക്കണം. ആദ്യം അങ്ങോട്ട് സലാം പറയണം. അങ്ങോട്ട് സലാം പറയലാണ്, സലാം പറയുന്നവരാണ് ഏറ്റവും ഉത്തമർ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത് പിണക്കമുണ്ടെങ്കിലും തീർക്കണം. അത് മാതാപിതാക്കളുമായിട്ടോ, സഹോദരങ്ങളുമായിട്ടോ, മക്കളുമായിട്ടോ, അയൽവാസികളുമായിട്ടോ. ഒരു സഹാബി റസൂലിന്റെ അടുത്ത് വന്ന് പറയാ, റസൂലേ, എനിക്ക് കുറച്ച് സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ ഉണ്ട്. ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഞാൻ അവരോട് സലാം പറയും, ഞാൻ അവരോട് ഇങ്ങനെ ഇണങ്ങും. പക്ഷേ അവരിങ്ങോട്ട് നല്ല സമീപനല്ല. ഞാൻ അങ്ങോട്ട് നല്ല സമീപനാണ്, പക്ഷെ ഇങ്ങോട്ട് അങ്ങനെയല്ല. റസൂൽ ഇങ്ങനെ ഈ ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ സഹാബിക്ക് വല്ലാതെ പേടിയായി.
അപ്പം അദ്ദേഹം റസൂലിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ നീ അങ്ങോട്ട് നല്ല സമീപനാണ്, ഇങ്ങോട്ട് അയൽവാസികളോ സ്വന്തക്കാരോ ബന്ധുക്കളോ ഞാൻ അങ്ങോട്ട് എത്ര നല്ല പോലെ പെരുമാറിയാലും എന്നോട് മാന്യമായ ഒരു സമീപനം സ്വീകരിക്കുന്നില്ല റസൂല്, ഞാൻ എന്താ ചെയ്യണ്ടേ? റസൂല് പറഞ്ഞു, നീ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ നീ അവരെ നരകത്തിന്റെ വെണ്ണീർ തീറ്റിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താ? നിന്റെ സമീപനം വഴി നീ സ്വർഗത്തിലേക്കും അവരുടെ സമീപനം വഴി അവര് നരകത്തിലേക്കുമായിരിക്കും പോവുക. ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ചെയ്തു പോയി അബദ്ധമാണ്, എനിക്ക് മാപ്പ് നൽകണേ എന്ന് എൻ്റെ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ ഞാൻ മാപ്പ് കൊടുക്കണം, ആ ബന്ധം ശരിയാക്കണം, ആ ബന്ധം ക്ലിയർ ആക്കണം. അല്ലാതെ വാശി, വൈരാഗ്യം, പക, വിദ്വേഷം അത് വച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് ക്ഷമയുമായി വന്ന മനുഷ്യൻ സ്വർഗത്തിലേക്കും ഞാൻ നരകത്തിലേക്കുമാണ് പോകുന്നത്. അതുകൊണ്ട് റമദാൻ മാസത്തിന് മുമ്പ് നമ്മുടെ ബന്ധങ്ങളെ ഒന്ന് ശരിയാക്കി വെക്കുക, ക്ലിയർ ആക്കുക. ഇതും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രാർത്ഥനയോടെ റമദാനിനെ വരവേൽക്കുക. ഇതൊന്നും ചെയ്യാതെ റമദാൻ മാസത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചിട്ട് കുറെ നോമ്പെടുത്താൽ സ്വർഗത്തിലേക്ക് പോകാം, ലൈലത്തുൽ ഖദർ കിട്ടും, എൻ്റെ എല്ലാം ക്ലിയർ ആയി എന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഒന്നും ശരിയാക്കാതെ, ഒന്നും ക്ലിയർ ആവാതെ റമദാൻ മാസത്തിന്റെ പിറവി കണ്ടു, നാളെ നോമ്പാണ്, തറാവീഹ്, അങ്ങനെ ഖുർആൻ ഓത്ത്, ബൈത്ത്, ഇഅ്തികാഫ് ഒക്കെ ഇരുന്നാലും ഒന്നും കിട്ടില്ല, നിരാശയായിരിക്കും ഫലം. അതുകൊണ്ട് എല്ലാം ക്ലിയർ ആക്കാൻ കിട്ടുന്ന ഒരു കുറച്ച് സമയമുള്ളൂ. എല്ലാവരും, ഞാൻ ഉൾപ്പെടെ, എല്ലാ ബന്ധങ്ങളെയും നന്നാക്കുക, സമ്പത്ത് ക്ലിയർ ആക്കുക. അങ്ങനെ പ്രാർത്ഥനയോടെ മനസ്സിനെയും ഹൃദയത്തെയും പാകപ്പെടുത്തിയിട്ട് റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കുക. പടച്ചവൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.